ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ഫീൽഡ് മാളിലാണ്. ഇവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ കരുതി ഇവിടെ ഒരു ഷോപ്പുണ്ട് മയർ പറയുന്നത്, അവിടെ ഒന്ന് കയറി നോക്കാമെന്ന്. ഇതുവരെയും ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അതിൽ കയറിയതാണ്. കയറിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം എല്ലാ ഐറ്റംസും ഇത് കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് വന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും കണ്ടിങ്ങനെ നോക്കി നടന്നതാണ്. കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പാത്രങ്ങളായാലും അതേപോലെ കണ്ടെയ്നേഴ്സ് ആയാലും ഒക്കെ ഉണ്ട്. പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ്. അപ്പോൾ എല്ലാം കണ്ടു നോക്കി ഓരോന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ വില കണ്ടതും. എല്ലാത്തിനും നല്ല റേറ്റാണ്, അത്യാവശ്യം നല്ല റേറ്റാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. എല്ലാം കണ്ട് ആസ്വദിച്ചു, അത്ര തന്നെ ചെയ്തു കേട്ടോ. പക്ഷേ കണ്ട് രസിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഓരോന്നും നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി സാധനങ്ങളായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇതിൻ്റെ തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് കരുതി. ദീപേട്ടന് ഒന്ന് രണ്ട് ഐറ്റംസ് അവിടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങളിതാ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഇവിടെയും അത്യാവശ്യം ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ് മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച്. പിന്നെ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല, ഭയങ്കര ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ അതിൻ്റെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന്. എന്നിട്ട് കഴിച്ചിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങാം, ബാക്കി എന്നിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ തന്നെയുള്ള ഈ ഒരു കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഭാഗത്തേക്ക് വന്നു. അവിടുന്ന് പിന്നെ സാധാരണ ഒരു വാങ്ങുന്നൊരു ചിക്കൻ്റെ ഫ്രൈഡ് ഐറ്റംസ് തന്നെ വാങ്ങി. അങ്ങനെ അതൊക്കെ വന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് വൂൾവർത്തിലേക്കാണ്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വൂൾവർത്ത് പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഫ്ലൂട്ട് കേട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തോന്നി. കുറച്ച് നേരം അത് ആസ്വദിച്ച് നിന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ഫീൽഡ് മാളിലാണ്. ഇവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ കരുതി ഇവിടെ ഒരു ഷോപ്പുണ്ട് മയർ പറയുന്നത്, അവിടെ ഒന്ന് കയറി നോക്കാമെന്ന്. ഇതുവരെയും ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അതിൽ കയറിയതാണ്. കയറിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം എല്ലാ ഐറ്റംസും ഇത് കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് വന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും കണ്ടിങ്ങനെ നോക്കി നടന്നതാണ്. കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പാത്രങ്ങളായാലും അതേപോലെ കണ്ടെയ്നേഴ്സ് ആയാലും ഒക്കെ ഉണ്ട്. പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ്. അപ്പോൾ എല്ലാം കണ്ടു നോക്കി ഓരോന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ വില കണ്ടതും. എല്ലാത്തിനും നല്ല റേറ്റാണ്, അത്യാവശ്യം നല്ല റേറ്റാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. എല്ലാം കണ്ട് ആസ്വദിച്ചു, അത്ര തന്നെ ചെയ്തു കേട്ടോ. പക്ഷേ കണ്ട് രസിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഓരോന്നും നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി സാധനങ്ങളായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇതിൻ്റെ തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ നേരെ ഞങ്ങളിതാ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഇവിടെയും അത്യാവശ്യം ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ് മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച്. പിന്നെ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല, ഭയങ്കര ക്വാളിറ്റി ആയിട്ടൊന്നും